നമസ്കാരം, ഞാൻ ഹയ ഫാത്തിമ. വോയിസ് ഓഫ് LK ന്യൂസ് അറ്റ് ജൂലൈയിലേക്ക് സ്വാഗതം. ജൂലൈ 1 JRCയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. ജൂലൈ 8 കെ ബാലകൃഷ്ണൻ അധ്യാപക അവാർഡ് ജേതാക്കളായ ഹരിത ടീച്ചർ, ഫിർദൌസ് ബാനു ടീച്ചർ എന്നിവരെ സ്റ്റാഫ് കൗൺസിൽ അനുമോദിച്ചു. ജൂലൈ 10 ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 3D ആനിമേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ലിറ്റിൽ കൈറ്റ്സ് മെമ്പറുമായിരുന്ന മുഹമ്മദ് അസ്നാൻ ക്ലാസ് നയിച്ചു. ജൂലൈ 5 വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ബഷീർ ദിനം വിവിധ പരിപാടികളോടെ നടത്തി. ജൂലൈ 12 കേരള സ്റ്റേറ്റ് ബാഡ്മിന്റൺ 2025 9B ക്ലാസ്സിലെ മുഹമ്മദ് നസ്മി അണ്ടർ-17 മിക്സഡ് ഡബിൾസിൽ വെങ്കലം കരസ്ഥമാക്കി. ജൂലൈ 14 5-8 ക്ലാസുകളിലേക്കുള്ള JRC പ്രവേശന പരീക്ഷ നടത്തി. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വൈകുന്നേരം 3:45 സ്പെഷ്യൽ അസംബ്ലി നടത്തി. ജൂലൈ 15 ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം നടത്തി. ജൂലൈ 16 ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ റോബോട്ടിക് വർക്ക്ഷോപ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും ലിറ്റിൽ കൈറ്റ്സ് അംഗവും ആയിരുന്ന മുഹമ്മദ് സിനാൻ ക്ലാസ് നയിച്ചു. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ചാന്ദ്രജ്ഞ ക്വിസ്, പഠിപ്പ് നിർമ്മാണം, വീഡിയോ പ്രദർശനം, ചിത്രരചനാ മത്സരം എന്നീ പരിപാടികൾ നടത്തി. അഖില കേരള വായനോത്സവത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികൾക്കായി വായനാ മത്സരം സംഘടിപ്പിച്ചു. ജൂലൈ 23 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ന്യൂജൻ കുട്ടികളെ എങ്ങനെ വളർത്താം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്ലാസ് 10ാം തരത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ പങ്കെടുത്തു. ജൂലൈ 25 വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ നിർവഹിച്ചു. അദ്ദേഹവും കുട്ടികളുമായി നടന്ന സംവാദവും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ അഭിമുഖവും പരിപാടിയെ ശ്രദ്ധേയമാക്കി. ജൂലൈ 28 നമ്മുടെ വിദ്യാലയം വേറിട്ടൊരു പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു. USS NMMS കോൺവക്കേഷന് പുതിയ USS ബാച്ചിന്റെ ഉദ്ഘാടനവും പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടത്തപ്പെട്ടു. ശ്രീ സയ്യിദ് നല്ലളം ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 31 പ്രേംചന്ദ് ജയന്തിയോടനുബന്ധിച്ച് ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ നടന്നു. ഇതോടെ വോയിസ് ഓഫ് LK ന്യൂസ് അറ്റ് ജൂലൈ അവസാനിച്ചിരിക്കുന്നു. നന്ദി.